നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യാൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ നിസാൽ ഖലീഫ സുപ്രീം ഡിഫൻസ് കൌൺസിലിലെ നിരവധി അംഗങ്ങളുമായി ചർച്ച നടത്തി. സംഭാഷണങ്ങളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പ്രതിസന്ധികൾ പരിഹരിക്കുക, US ഇറാൻ ആണവ ചർച്ചകൾ തുടരുക, മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും താൽപര്യാർത്ഥം പ്രാദേശിക സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത എന്നിവയെക്കുറിച്ചുള്ള ബഹ്റിന്റെ ശക്തമായ നിലപാട് ചർച്ചയിൽ വ്യക്തമാക്കി. BDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ തിയാബ് ബിൻ സഖർ അൽ നുഐമി ഇന്നലെ സംയുക്ത സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫീൽഡ് ഏകോപനവും സംയുക്ത പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റിനിലെ സൈനിക സുരക്ഷാ സ്ഥാപനങ്ങൾക്കിടയിൽ സഹകരണവും സംയോജനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചെസ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 19, 20 തീയതികളിൽ ഇസാ ടൗൺ ക്യാമ്പസിലെ ജിഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ബഹ്റൈൻ ചെസ് ഫെഡറേഷന്റെ രക്ഷാധികാരത്തിലും അർജുൻ ചെസ് അക്കാദമിയുമായി സഹകരിച്ചും സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് വിദ്യാഭ്യാസത്തിലെ മികവിനുള്ള ഇന്ത്യൻ സ്കൂളിന്റെ 75 വർഷത്തെ പ്രതിബദ്ധതയെ ആദരിക്കും. ജൂൺ 19 വ്യാഴാഴ്ച വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഒരുക്കുന്ന സൗജന്യ ചെസ് ശില്പശാലയുടെ പരിപാടി ആരംഭിക്കും. വൈകുന്നേരം 7 മുതൽ രാത്രി 8:30 വരെ നടക്കുന്ന ചെസ് ശില്പശാല അർജുൻ ചെക്ക് അക്കാദമിയിലെ വിദഗ്ധ പരിശീലകർ നയിക്കും. ജൂൺ 20 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഇന്റർ സ്കൂൾ ടീം ചെസ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കും. 12നും 19നും താഴെ പ്രായമുള്ളവർക്കായി 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 4 അംഗ ടീമുകളെ ഉൾപ്പെടുത്തി സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഈ ഇനത്തിൽ പ്രവേശന ഫീസ് ഉണ്ടാവുകയില്ല. കൂടാതെ എല്ലാ മത്സരങ്ങളിലും സ്വിസ് ലീഗ് ഫോർമാറ്റ് ഉപയോഗിച്ച് ഫിഡെ റാപ്പിഡ് നിയമങ്ങൾ പാലിക്കുന്നതായിരിക്കും. ഓരോ വിഭാഗത്തിലെയും മികച്ച 3 ടീമുകൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കും. 3 മണിക്ക് ഓപ്പൺ റാപ്പിഡ് ചെസ് മത്സരം ആരംഭിക്കും. എല്ലാ പ്രായത്തിലുള്ള ചെസ് കളിക്കാർക്കായി ഈ വിഭാഗത്തിൽ 7 റൗണ്ടുകൾ ഉണ്ട്. ഓപ്പൺ റാപ്പിഡ് ചെസ്സിന് ഓരോ കളിക്കാരനും 2 ദിനാർ പ്രവേശന ഫീസും ഉണ്ടായിരിക്കും. വിവിധ വിഭാഗങ്ങളിലായി വിവിധ സമ്മാനങ്ങളും നൽകും. കൂടാതെ മികച്ച 10 കളിക്കാർക്ക് അംഗീകാരം ലഭിക്കും. എല്ലാ റൗണ്ടുകളും ഫിഡെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും നടത്തുക. മത്സര രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജൂൺ 18 ആയിരിക്കും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ഡൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും HSSC ആൻഡ് സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വിയർ പളനിസ്വാമി, പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസസ് നടരാജൻ എന്നിവർ വിദ്യാർത്ഥികളെയും ചെസ് പ്രേമികളെയും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും ആഹ്വാനം ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്ക് 33190004 എന്ന നമ്പറിൽ ചീഫ് ആർബിട്രേറ്റർ അർജുൻ കക്കാടത്തിനെയോ 36980111 എന്ന നമ്പറിൽ ജനറൽ കൺവീനർ അനോജ് മാത്യുവിനെയോ ബന്ധപ്പെടാം. ദിലീപ് ഫാൻസ് ബഹ്റൈൻ 3ാമത് മെഡിക്കൽ ക്യാമ്പ് ജൂൺ 20 വെള്ളിയാഴ്ച മനാമ സെന്റർ അൽഹിലാൽ ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കും. രാവിലെ 7 മണി മുതൽ 11:30 വരെ നടത്തുന്ന ക്യാമ്പിൽ സൗജന്യമായി ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ടോട്ടൽ കൊളസ്ട്രോൾ ടെസ്റ്റ്, കിഡ്നി സ്ക്രീനിംഗ് ടെസ്റ്റ്, ലിവർ സ്ക്രീനിംഗ് ടെസ്റ്റ്, യൂറിക് ആസിഡ് ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് 2 ആഴ്ച വരെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ സൗജന്യമായി കാണാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 3376 എന്ന നമ്പറിൽ പ്രശോഭ് ധർമ്മനെയോ 33858005 എന്ന നമ്പറിൽ റസാഖ് ബാബുവിനെയോ 35962613 എന്ന നമ്പറിൽ ഷംസീർ വടകരയുമായി ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ പ്രശസ്ത എഴുത്തുകാരൻ P. ഹരീന്ദ്രനാഥിനെ ആദരിച്ചു. റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ ജൂൺ 14 ശനിയാഴ്ച BMC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ പ്രശസ്ത മലയാള എഴുത്തുകാരനും മുതിർന്ന അധ്യാപകനുമായ P. ഹരീന്ദ്രനാഥിനെ ആദരിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ സാംസ്കാരികവും ബൗദ്ധികവുമായി ഇടപെടൽ വളർത്തിയെടുക്കുന്നതിനുള്ള KPF-ന്റെ തുടർച്ചയായ പ്രതിബദ്ധതയെ അടിവരയിട്ടുകൊണ്ട്
ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ ഹരീന്ദ്രനാഥിനെ ആദരിക്കുന്നത് കേരളത്തിന്റെ സാഹിത്യ പാരമ്പര്യത്തിന്റെ ആത്മാവിനെ തന്നെ ആദരിക്കലാണെന്ന് വ്യക്തമാക്കി. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ രക്ഷാധികാരി UK ബാലൻ, വനിതാ വിഭാഗം കൺവീനർ സജ്ജന ഷനൂപ്, ട്രഷറർ സുജിത്ത് സോമൻ, ബാബു കുഞ്ഞിരാമൻ, EV രാജീവൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹരീന്ദ്രനാഥിന്റെ മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കൃതിയായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന കൃതിയുടെ നിർമ്മാണത്തെക്കുറിച്ചും 5.5 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഗാന്ധിജിയുടെ ജീവിതവും പ്രത്യയശാസ്ത്രത്തിന്റെയും ദാർശനിക ആഴവും ചരിത്ര പശ്ചാത്തലവും പര്യവേക്ഷണം ചെയ്യലാണെന്നും കൂട്ടിച്ചേർത്തു. തുടർന്ന് KPF-ന് ഒരു പുസ്തകവും വേദിയിൽ അദ്ദേഹം സമ്മാനിച്ചു. അനീക് കൈത് ബാലൻ 6ാം തരത്തിൽ പഠിക്കുമ്പോൾ രചിച്ച ദ മാജിക്കൽ സ്റ്റോൺ എന്ന പുസ്തകവും അദ്ദേഹത്തിന് ഉപഹാരമായി സമ്മാനിച്ചു. ചടങ്ങിൽ KPF മെമ്പർമാരുടെ കുട്ടികളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും SSLC CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഏകോപിപ്പിച്ച ചടങ്ങിൽ സജിത്ത് വെള്ളിക്കുളങ്ങര മുഖ്യ അവതാരകനായി വൈസ് പ്രസിഡന്റ് ഷാജി പുതുക്കുടി നന്ദിയും രേഖപ്പെടുത്തി. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ബഹ്റൈൻ റേഞ്ച് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. മമ്മൂട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം ICF നാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി തളിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി മമ്മൂട്ടി മുസ്ലിയാർ വയനാട് പ്രസിഡന്റ് അബ്ദുറഹീം സഖാഫി വരവൂർ, മജീദ് സഅദി വൈസ് പ്രസിഡന്റ്, മുഹമ്മദ് നസ്രീർ അൽ ഹസനി കുമരംപുത്തൂർ ജനറൽ സെക്രട്ടറി, ഉസ്മാൻ സഖാഫി, അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ ജോയിന്റ് സെക്രട്ടറി, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ ഫിനാൻസ് സെക്രട്ടറി എന്നിവരെയും ക്യാബിനറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഹിസ്ബിസ് ട്രെയിനിംഗ് പരീക്ഷാ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, KC സൈനുദ്ദീൻ സഖാഫി, അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടക്കൽ, ഷമീർ പന്നൂർ എന്നിവർ സംസാരിച്ചു. അബ്ദുറഹീം സഖാഫി വരവൂർ സ്വാഗതവും നസീഫ് അൽ ഹസനി നന്ദിയും രേഖപ്പെടുത്തി. ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മയുടെ പുതുതായി രൂപീകരിച്ച ക്രിക്കറ്റ് ടീമിനുള്ള ജേഴ്സി പ്രകാശനം നടന്നു. മനാമയിലെ KCT ഹാളിൽ നടന്ന ചടങ്ങിൽ ഫസൽ ബഹ്റൈൻ, മൂസ ഹജി എന്നിവരിൽ നിന്നും ടീം ക്യാപ്റ്റൻ ഹഫാസ് ഏറ്റുവാങ്ങി. പ്രസ്തുത ചടങ്ങിൽ BKCKയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചു. ജൂൺ 12 വ്യാഴാഴ്ച വൈകിട്ട് 7:30 അദ്ലിയ ബാങ്സാങ് തായ് റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ അംഗങ്ങൾക്കായുള്ള ഡിജിറ്റൽ ID കാർഡിന്റെ പ്രകാശനവും സഹോദര സംഘടനയായ ബഹ്റൈൻ ബില്ലവയുടെ പുതിയ ഭരണസമിതിയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ചടങ്ങിന് ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS സ്വാഗതവും ചെയർമാൻ കൃഷ്ണകുമാർ D ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും സിത്താർ ടീം അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് സെക്രട്ടറി ഷിബു രാഘവൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ പ്രതിഭ മനാമ മേഖല സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം ദിശ 2025 വർണ്ണാഭമായ സമാപനം. ബാങ്സാങ് തായ് ഹാളിൽ നടന്ന സമാപന ചടങ്ങുകൾ പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാംഗവുമായ സുബൈർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. P ശ്രീജിത്ത്, മിജോഷ് മൊറാഴ, ബിനു മണ്ണിൽ, CV നാരായണൻ, NK വീരമണി, NV ലിവിൻ കുമാർ, ദീപ്തി രാജേഷ് എന്നിവർ സമാപന ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിരൺ സുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് മനോജ് പോൾ നന്ദി രേഖപ്പെടുത്തി. റാഫി കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. മനാമ മേഖലയിലെ സ്വരലയ ഗാനങ്ങളോടെ ആരംഭിച്ച പരിപാടിക്ക് ശേഷം അവതരണ ഗാനവും വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മേഖലയിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും യുദ്ധത്തിനെതിരായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അവതരിപ്പിച്ച കാലിക പ്രസക്തമായ സാമൂഹ്യ നാടകവും അരങ്ങേറി. തുടർന്ന് നടന്ന മെന്റലിസ്റ്റ് അശ്വത് സജിത്ത് അവതരിപ്പിച്ച മെന്റലിസം പരിപാടിയും ശ്രദ്ധേയമായി. പ്രശസ്ത ഗായിക രശ്മി സതീഷ് അവതരിപ്പിച്ച ഗാനങ്ങൾക്ക് ശേഷം സഹൃദയ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻ പാട്ടുകളോടെ ദിശ 2025 ഗ്രാൻഡ് ഫിനാലേക്ക് തിരശ്ശീല വീണു. ദിശയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും വിജയിപ്പിക്കാൻ സഹകരിക്കുകയും ചെയ്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി സംഘാടക സമിതി ചെയർമാൻ NK വീരമണിയും കൺവീനർ മനോജ് പോളും അറിയിച്ചു. ബഹ്റൈനിലെ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന VR1 കൂട്ടായ്മയുടെ ഈദ് ആഘോഷവും 2ാം വാർഷികവും കുടുംബസംഗമവും സൽമാനിയ കലവറ റെസ്റ്റോറന്റ് ഹാളിൽ നടന്നു. 100ഓളം അംഗങ്ങൾ പങ്കെടുത്ത ആഘോഷത്തിൽ വിവിധയിനം കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഷിഹാബ് കറുകപുത്തൂർ സ്വാഗതവും ജസീർ കാപ്പാട്, മുബീന മൻഷിർ എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു. റജീന ഇസ്മായിൽ ദുബായ്പടി എന്നിവർ അവതാരകരായ പരിപാടിയിൽ അഡ്മിൻമാരായ അഫ്സൽ അബ്ദുള്ള, മുഫീദ മുജീബ് എന്നിവരും പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ഷഫീൽ യൂസഫ്, റാഫി തൃശൂർ, ഹക്കീം നാസർ, ഹലിമാസ്, അഫ്സർ, മുജീബ് മുന്ന, ഷാഫി എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു. ആബിദ് താനൂർ നന്ദി രേഖപ്പെടുത്തി.
KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ബലിപ്പെരുന്നാൾ ദിനത്തിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. KMCCയുടെ വിവിധ ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നും 25ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. KMCC സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന നേതാക്കളായ ഫൈസൽ കോട്ടപ്പള്ളി, മുസ്തഫ KP, ഫൈസൽ കണ്ടിത്താഴ എന്നിവരും ജില്ലാ നേതാക്കളായ യൂസഫ് മുണ്ടൂർ, അൻവർ സാദത്ത്, നൌഷാദ് പുതുനഗരം, അൻസാർ ചെങ്ങിലേരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. മത്സരത്തിൽ ആയിഷ റിഫത്ത് കാസർഗോഡ് ജില്ല, റുമൈസ തളിപ്പറമ്പ് വയനാട് ജില്ല, ഷഹാദ ഉമർ മലപ്പുറം ജില്ല എന്നിവർ 1, 2, 3 എന്നീ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ആഷിഫ് പത്തിൽ, അനസ് നാട്ടുകൽ, ഫൈസൽ വടക്കാഞ്ചേരി എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു. നിസാമുദ്ദീൻ മാരായമംഗലം സ്വാഗതവും ഹാരിസ് വിവി തൃത്താല നന്ദിയും രേഖപ്പെടുത്തി. PCWF ബഹ്റൈൻ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ഇളയടത്ത് മുഹമ്മദ് മാറഞ്ചേരി ഹൃദയാഘാതം മൂലം ബഹ്റൈനിൽ നിര്യാതനായി. ബഹ്റൈൻ മനാമയിലെ ഓൺലൈൻ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. PCWF ബഹ്റൈനും KMCCയും ചേർന്ന് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നു. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. OICC ഇൻകാസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തെ പൂർണ്ണമായും അവഗണിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബെന്നി ബെഹന്നാൻ MP, ഷാഫി പറമ്പിൽ MP, മുൻ മന്ത്രി KC ജോസഫ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് എന്നിവർ പങ്കെടുത്തു. OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OICC ഇൻകാസ് നേതാക്കൾ വിവിധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. റിയാദ് OICC പ്രസിഡന്റ് സലീം കളക്കര സ്വാഗതവും അമീർ പട്ടണത്ത് നന്ദിയും രേഖപ്പെടുത്തി. KPCC സെക്രട്ടറിമാരായ V ബാബുരാജ്, എബി കുര്യാക്കോസ്, PA സലീം, TP ചന്ദ്രശേഖരൻ, നാട്ടകം സുരേഷ്, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ഫിൽസൺ മാത്യു, KSU ജനറൽ സെക്രട്ടറി മീവ ജോളി തുടങ്ങിയവർ സംസാരിച്ചു.
ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇന്ന് രാവിലെ 11:10 നടത്തിയ പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മരണം സ്ഥിരീകരിച്ചതായി ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ ഔദ്യോഗികമായി അറിയിച്ചു. സംസ്കാരവും മൃതദേഹം എപ്പോൾ വിട്ടുകൊടുക്കണമെന്ന കാര്യവും ബന്ധുക്കളോട് ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുകയെന്നും ഋഷികേശ് പട്ടേൽ അറിയിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിലായിരിക്കും സംസ്കാരം നടക്കുക. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 5 കോവിഡ് മരണം. കേരളത്തിൽ 2007 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്താകെ 10 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ ദില്ലിയിൽ നിന്ന് 3 പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേരും ഉൾപ്പെടുന്നു. രാജ്യത്താകെ 7383 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്ക് പുറത്തുവിട്ടത്. ഈ സീസണിൽ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 28 പേരാണ്. അതേസമയം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് കോവിഡ് കണക്കിൽ കാണിക്കുന്നതെന്നതും ആശ്വാസകരമാണ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.